നമസ്കാരം. ഇത് ജെൻസികളുടെ കാലമാണ്. ഇവിടെ ചിന്തകൾക്കും പ്രവൃത്തികൾക്കും റോക്കറ്റ് വേഗതയും സൂക്ഷ്മതയും കൊടുത്തില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. കേവലമായൊരു സോഷ്യൽ മീഡിയ പോസ്റ്റായാലും രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിക്കുന്ന പ്രസ്താവനയായാലും ഈ ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ എട്ടിന്റെ പണി കിട്ടും. ഇന്ത്യയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ചിലർ നടത്തിയ ആസൂത്രിത ഗൂഢാലോചനയും അതിന് അറിഞ്ഞോ അറിയാതെയോ ഒരു കൂട്ടം യുവാക്കൾ പിന്തുണ നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് എന്തും സാധ്യമാണ്. ഹാഷ്ടാഗുകൾ സൃഷ്ടിച്ചുള്ള ട്വിറ്റർ സ്റ്റോമിംഗ് അഥവാ അതിന് സഹായിക്കുന്ന ടൂൾ കിറ്റ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമുക്കൊരു ദൃശ്യം കണ്ടുവരാം. Thank you all for being here. I'm so proud to see so many people show up. And we are showing that all over the world we are standing in solidarity with the Indian youth. The Indian student protests are making us all proud and they give us hope. They show what we can accomplish when people come together and resist. They show the true meaning of people power. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് ആണ് ഈ കക്ഷി. ലോക പ്രശസ്തയാണ്. സൂര്യന് കീഴെ നടക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ വള്ളികളും പിടിക്കുന്നയാൾ. ഇക്കാര്യത്തിൽ ഈ പെൺകുട്ടി ആരുടെയൊക്കെയോ ഉപകരണമാകുന്നു എന്ന ആക്ഷേപവും ഉണ്ട്. ഡൽഹി ജന്തർ മന്ദറിൽ അരങ്ങേറിയ സമരം വിജയിച്ചെന്ന് അവകാശപ്പെട്ട് ലണ്ടനിലെ ട്രഫാൽഗർ സ്ക്വയറിൽ SFI UK ഘടകം സംഘടിപ്പിച്ച ഐക്യദാർഢ്യ റാലിയിൽ ഗ്രേറ്റ പങ്കെടുക്കുന്ന ദൃശ്യമാണ് നേരത്തെ കണ്ടത്. നമ്മുടെ രാജ്യത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ വിശ്വസനീയമായ തെളിവ് മുൻപ് പുറത്തുവിട്ടതിൽ പ്രധാനിയാണ് ഈ കക്ഷി. എന്താണ് ടൂൾ കിറ്റ് പ്രതിഭാസം? സംഭവം ഇങ്ങനെയാണ്. ഡൽഹിയിൽ കർഷക സമരം നടക്കുന്ന സമയം. ഈ സമരത്തെ ആഗോളതലത്തിൽ എങ്ങനെ പിന്തുണയ്ക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരു ടൂൾ കിറ്റ് ഗ്രേറ്റ തുൻബർഗ് പുറത്തുവിട്ടു. ആദ്യ ട്വീറ്റിലെ തെറ്റ് തിരുത്തി ഒരു വട്ടം കൂടി അവർ അത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും സംശയം. അല്ല, എന്താണ് ഈ ടൂൾ കിറ്റ്? നിശ്ചിത ലക്ഷ്യങ്ങൾ നേടുന്നതിനോ ഒരു പ്രത്യേക വിഷയം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനോ ആവശ്യമായ വിവരങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഹാഷ്ടാഗുകൾ എന്നിവ അടങ്ങിയ ഡിജിറ്റൽ രേഖകളെയോ ശേഖരങ്ങളെയോ ടൂൾ കിറ്റ് എന്ന് വിളിക്കാം. പൊതുവെ ക്യാമ്പയിനുകൾക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഇവ ഉപയോഗിക്കാറുള്ളതെങ്കിലും ഒരു കലാപം ആസൂത്രണം ചെയ്യാനും ഇത് ധാരാളം മതിയാകും. അത്ര ഗുരുതരമെങ്കിൽ അന്ന് ആ ടൂൾ കിറ്റിലെ ഉള്ളടക്കം എന്തായിരുന്നു? ന്യായമായ സംശയം. കർഷക സമരത്തിന് അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിനായി തയ്യാറാക്കിയ ഗൂഗിൾ ഡോക്യുമെന്റിൽ ഇന്ത്യൻ എംബസികൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുക, നിശ്ചിത ഹാഷ്ടാഗുകൾ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ട്വിറ്റർ സ്റ്റോം സൃഷ്ടിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയിരുന്നു. ഒപ്പം കോർപ്പറേറ്റ് കമ്പനികളായ അദാനി, അംബാനി ഗ്രൂപ്പുകളെ ലക്ഷ്യം വെക്കാനും ആവശ്യപ്പെട്ടിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെയും ഇന്ത്യയുടെ ഭരണാധികാരികളെയും നാറ്റിക്കുക. അങ്ങനെ അന്താരാഷ്ട്ര വേദികളിൽ നമുക്കുള്ള മതിപ്പ് ഇല്ലാതാക്കുക. ഇന്ത്യ എന്നാൽ സ്വേച്ഛാധിപത്യത്തിന്റെയും ജനാധിപത്യ ധ്വംസനത്തിന്റെയും ഭൂമികയെന്ന വ്യാജ പ്ലോട്ട് നിർമ്മിക്കുക. ഇതായിരുന്നു പദ്ധതി. ഇതിൽ ഗൂഢാലോചനയുണ്ടോ? അതിൽ അന്താരാഷ്ട്ര ഏജൻസികളും ഇന്ത്യ വിരുദ്ധ ശക്തികളും പങ്കാളികളാണോ എന്നതാണ് അടുത്ത സംശയം. അങ്ങനെ സംശയിക്കാൻ ന്യായമായ കാരണങ്ങളുണ്ട്. ഇത് ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കാനും രാജ്യത്ത് അശാന്തിയും അസ്ഥിരതയും പടർത്താനും ലക്ഷ്യമിട്ടുള്ള സാമ്പത്തിക സാംസ്കാരിക യുദ്ധമാണെന്ന് കേന്ദ്ര സർക്കാരും ഡൽഹി പോലീസും വിലയിരുത്താൻ കാരണങ്ങൾ നിരവധിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ടയിലെ ട്രാക്ടർ റാലിയും തുടർന്നുള്ള സംഘർഷങ്ങളും യാദൃച്ഛികമല്ലെന്നും വിദേശത്തിരുന്ന് ആസൂത്രണം ചെയ്ത കൃത്യമായ പദ്ധതി പ്രകാരമാണ് നടന്നതെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ഈ രേഖകൾ. അപ്പോൾ ഗ്രേറ്റ ഒറ്റയ്ക്കായിരുന്നില്ല. അവർക്ക് പിന്നിൽ ഇന്ത്യയുടെ പതനം ആഗ്രഹിച്ച നിരവധി പേർ അണിനിരന്നിരുന്നു. ആരായിരിക്കും ആ ശക്തികൾ? കാനഡ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ വാദികളുടെ സംഘടനയായ പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷൻ ആണ് ഇതിന് പിന്നിലെന്ന് ഡൽഹി പോലീസ് കണ്ടെത്തി. ഗ്രേറ്റ തുൻബർഗിനൊപ്പം പോപ്പ് ഗായിക റിഹാന, പോൺ താരം മിയ ഖലീഫ, മുൻ US വൈസ് പ്രസിഡന്റിന്റെ ബന്ധു മീന ഹാരിസ് തുടങ്ങിയ പ്രമുഖർ ഒരേ സമയത്താണ് കർഷക സമരത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. ഇത് സ്വാഭാവികമായ പിന്തുണയല്ലെന്നും വിദേശത്ത് നിന്ന് പണം നൽകി ചെയ്യിച്ച ഏകോപിതമായ വലിയൊരു PR അജണ്ടയുടെ ഭാഗമാണെന്നും
ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി. ഈ ടൂൾ കിറ്റ് പ്രചരിപ്പിച്ചതിന് ബംഗളൂരു സ്വദേശിയായ പരിസ്ഥിതി പ്രവർത്തക ദിശ രവിയെ ഡൽഹി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. കൂടാതെ നികിത ജേക്കബ്, ശന്തനു മുലൂക്ക് എന്നീ മറ്റ് 2 പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തു. സൈബർ ഗൂഢാലോചനയുടെ ആദ്യ ശ്രമം അങ്ങനെ പൊളിഞ്ഞു എന്ന് ആശ്വസിക്കാം. അപ്പോഴാണ് അടുത്ത വരവ്. അത് ഡീപ് ഫേക്കും വ്യാജ വാർത്തകളുമാണ്. വർത്തമാനകാലത്തെ സൈബർ യുദ്ധത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഡൽഹി ജന്തർ മന്ദറിൽ അരങ്ങേറിയ സമരത്തിന് തുടക്കം കുറിച്ചത് തന്നെ അമേരിക്കയിൽ നിന്ന് അഭിജിത് ദീക്കെ സൃഷ്ടിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. പിന്നീട് മേം ഭി കോക്രോച്ച് എന്ന പേരിൽ #ക്യാമ്പയിൻ രാജ്യത്തിനകത്തും പുറത്തും നടന്നു. പാകിസ്ഥാനിൽ നിന്നുപോലും ഈ മാതൃകയിൽ സൈബർ കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്ന് നാം കേട്ടിട്ടുണ്ടാകും. ഇനി ക്രൗഡ് ഇൻഫ്ലേഷൻ എന്ന ജെൻസി യുദ്ധതന്ത്രത്തെക്കുറിച്ചും കേൾക്കാം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരസ്ഥലങ്ങളിൽ യാഥാർത്ഥ്യത്തിലുള്ളതിനേക്കാൾ വലിയ ജനക്കൂട്ടം ഉണ്ടെന്ന് കാണിക്കാൻ ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ എഡിറ്റ് ചെയ്ത വ്യാജ ചിത്രങ്ങളും വീഡിയോകളും വിദേശ അക്കൗണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്ന തറവേലയാണ് ആദ്യം നടന്നത്. തീർച്ചയായും പാകിസ്ഥാനിൽ നിന്നുള്ള സൈബർ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സമരസ്ഥലത്ത് പ്രകോപനം സൃഷ്ടിക്കാനും സുരക്ഷാ ഏജൻസികൾക്കിടയിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനും പാകിസ്ഥാൻ അക്കൗണ്ടുകൾ വഴി AI ഉപയോഗിച്ച് നിരവധി വ്യാജ വീഡിയോകളും ഓഡിയോകളും പ്രചരിപ്പിച്ചു. 480-ലധികം ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകൾ ഡൽഹി പോലീസ് തിരിച്ചറിഞ്ഞ് ബ്ലോക്ക് ചെയ്തു. അപകടകരമായ വ്യാജ വാർത്തകൾ ചൂടപ്പം പോലെ പ്രചരിപ്പിക്കപ്പെടുന്നതും നാം കണ്ടു. ജന്തർ മന്ദറിലെ സമരത്തിനിടെ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ടുവെന്നും അയാളുടെ അമ്മയ്ക്ക് പോലീസ് FIR നിഷേധിച്ചുവെന്നുമുള്ള അതീവ ഗുരുതരമായ വ്യാജ വാർത്ത പാകിസ്ഥാനിലെ ഒരു ആൻഡ്രോയിഡ് ആപ്പ് വഴി നിർമ്മിച്ച അക്കൗണ്ടിൽ നിന്നാണ് പ്രചരിപ്പിച്ചത്. CPR നൽകി രക്ഷപ്പെടുത്തിയ വിദ്യാർത്ഥിയുടെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്താണ് ഇതുണ്ടാക്കിയത്. വാസ്തവം ഇതാണെന്നിരിക്കെ ആ വ്യാജ ദൃശ്യം കണ്ട എത്ര പേരുടെ വികാരം പൊട്ടിയൊലിച്ചിട്ടുണ്ടാകും, എത്ര പേരുടെ മോദി വിരുദ്ധത കലിതുള്ളി ഉറഞ്ഞിട്ടുണ്ടാകും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും ശബ്ദം ക്ലോൺ ചെയ്തും ഡീപ് ഫേക്ക് ദൃശ്യങ്ങൾ ഉണ്ടാക്കിയും സമരത്തെ പാകിസ്ഥാനുമായി ബന്ധപ്പെടുത്താനും ശ്രമം നടന്നു. സമരവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പ്രവർത്തിച്ച 429 അക്കൗണ്ടുകൾ മഹാരാഷ്ട്ര സൈബർ സെൽ കണ്ടെത്തി. ഇതിൽ 100ഓളം അക്കൗണ്ടുകൾ രാജ്യത്തിന് പുറത്തു നിന്നുള്ളതായിരുന്നു. ഒരു ദുഃഖകരമായ യാഥാർത്ഥ്യം എന്തെന്നാൽ വിദേശത്തെ ശീതളിമയിലിരുന്ന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഇന്ത്യൻ പ്രവാസികളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എന്നിവയിൽ നിന്ന് ഇത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ സൈബർ പോലീസ് നടപടി സ്വീകരിച്ചു. കേവലം രാഷ്ട്രീയ വിരോധം മൂലമുള്ള അതിവൈകാരികത എന്നതിനുമപ്പുറം ഇത്തരം നടപടികളിലൂടെ അറിഞ്ഞോ അറിയാതെയോ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായവരും നിരവധി. അതാണ് ഡീപ് സ്റ്റേറ്റ്. പിന്നെ അവർ നടത്തിയ ആഗോള ലോബിയിങ്. വിദ്യാർത്ഥി സമരത്തിൽ മാത്രമല്ല, സമീപകാലത്ത് ഇന്ത്യക്കെതിരെ നടക്കുന്ന സൈബർ പ്രൊപ്പഗൻഡകളിൽ ഏറെയും പാകിസ്ഥാനിൽ നിന്നുമാണെന്നും അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഇടപെടലാണെന്നും നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മാത്രം പാക് അനുകൂലമായ 1400-ലധികം URLകളാണ് ഇന്ത്യ നിരോധിച്ചത്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഗൂഢാലോചന അദൃശ്യവും സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത വിധം അതിസങ്കീർണവുമാണ്. അദൃശ്യമായി പ്രവർത്തിക്കുന്ന ഡീപ് സ്റ്റേറ്റ് അവരുടെ നയപരിപാടികൾ നമുക്ക് അനുഭവവേദ്യമാക്കിയാണ് അവരുടെ സാന്നിധ്യം അറിയിക്കുന്നത്. പക്ഷേ അത് തിരിച്ചറിയാൻ കണ്ണുകളേക്കാൾ അകക്കണ്ണ് തുറന്നിരിക്കണമെന്ന് മാത്രം. രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധിയെ തുരങ്കം വയ്ക്കാൻ അദാനി പോലുള്ള വൻകിട വ്യവസായ ഗ്രൂപ്പുകളെയും ഓഹരി വിപണിയെയും ലക്ഷ്യമിട്ട് അന്താരാഷ്ട്ര മാധ്യമ ശൃംഖലകൾ വഴി നെഗറ്റീവ് നരേറ്റുകൾ നിർമ്മിക്കുക എന്നതാണ് ഡീപ് സ്റ്റേറ്റിന്റെ പതിവ് പരിപാടി. രാജ്യത്തിന്റെ വ്യാവസായിക കുതിപ്പിനെ തുരങ്കം വെക്കാൻ എവിടെ പണം എറിയണമെന്ന് അവർക്ക് നന്നായി അറിയാം. USAID, ജോർജ് സൊറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ തുടങ്ങിയ ഡീപ് സ്റ്റേറ്റ് സ്വാധീനമുള്ള സംഘടനകളിൽ നിന്ന് ഫണ്ട് കൈപ്പറ്റുന്ന OCCRP പോലുള്ള മാധ്യമ കൂട്ടായ്മകളാണ് ഈ നീക്കങ്ങളെ സഹായിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾക്കെതിരെ ഉയരുന്ന പ്രാദേശികമായ എതിർപ്പുകളെ സൂക്ഷ്മമായി വിലയിരുത്തണം. രാജ്യ പുനർനിർമ്മാണത്തിന് സഹായിക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ആദ്യമേ എതിർപ്പുയരുന്നതും നാം കാണാറുണ്ട്. ഡിജിറ്റൽ സംവിധാനങ്ങൾ, NGOകളുടെ വിദേശ ഫണ്ടിംഗ് നിയന്ത്രണങ്ങൾ അഥവാ FCRA, വൺ നേഷൻ വൺ ഇലക്ഷൻ തുടങ്ങിയ പദ്ധതികളെ ഫാസിസ്റ്റ് നടപടികളായി ചിത്രീകരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ലോബിയിങ് നടക്കുന്നുണ്ട്.
മനുഷ്യാവകാശങ്ങളുടെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പേരിൽ പ്രവർത്തിക്കുന്ന പല ആഗോള സന്നദ്ധ സംഘടനകളെയും ഇന്ത്യയിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും വികസന പദ്ധതികൾ തടസ്സപ്പെടുത്താനും ഡീപ് സ്റ്റേറ്റ് ഉപകരണമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് രാജ്യത്തെ ഊർജ്ജ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ ഉതകുന്ന കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിനെതിരെ നടന്ന സമരങ്ങളുടെ സ്പോൺസർമാർ ആരായിരുന്നു എന്ന് മനസ്സിലിരുത്തി വിലയിരുത്തിയാൽ കാര്യങ്ങൾ വ്യക്തമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വികസിത് ഭാരത് നയങ്ങളുടെയും വിശ്വാസ്യത ആഗോളതലത്തിൽ തകർക്കുക വഴി ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരികയാണ് ഡീപ് സ്റ്റേറ്റിന്റെ ആത്യന്തിക അജണ്ട. തങ്ങൾക്ക് വഴങ്ങുന്ന വ്യക്തിയോ ഭരണകൂടമോ അധികാരത്തിൽ വന്നാൽ മാത്രമേ തങ്ങൾ താൽപ്പര്യപ്പെടുന്ന പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നുവെന്ന് അവർ വ്യാമോഹിക്കുന്നുണ്ടാകണം.